ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്റ്റ്. ഇലക്ട്രോണുകൾ ബോണ്ടിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുക. അത് പാർഷ്യലാവാം, കംപ്ലീറ്റ് ആവാം, ടെമ്പററി ആവാം, പെർമനൻ്റ് ആവാം, വെറുതെ ഇരുന്നിട്ടാവാം, കോമ്പൗണ്ട് മാത്രമുള്ളപ്പോഴാവാം, വേറെ ഏതെങ്കിലും ഒരു അറ്റാക്കിങ് റിയേജൻറ്റിൻ്റെ പ്രസൻസിലാവാം. മെയിനായിട്ടുള്ളത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, ഇലക്ട്രോമെറിക് ഇഫക്റ്റ്, മീസോമെറിക് ഇഫക്റ്റ് എന്നൊക്കെയാണ്. മീസോമെറിക് ഇഫക്റ്റിനെ റെസണൻസ് ഇഫക്റ്റ് എന്നും പറയും. ഒന്നുകൂടി ഉണ്ട്, ഹൈപ്പർ കോൺജുഗേഷനാണ്. ഇതിൻ്റെ കൂടെ ഈ ടോപ്പിക്കിലുള്ളത് സ്റ്റെറിക് ഇഫക്റ്റാണ്. ഈ സ്റ്റെറിക് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്റ്റ് അല്ല, പക്ഷേ ഇതുമായൊക്കെ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണത്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, അതിന് ഐ ഇഫക്റ്റ് എന്നും പറയും. അത് സിഗ്മ ബോണ്ടഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതായത് സാധാരണ ആൽക്കൈൻ അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടുള്ള ഏത് ഓർഗാനിക് കോമ്പൗണ്ട്സ് കാണപ്പെടുന്ന ഇഫക്റ്റാണ്. ഇത് ഈ കാർബൺ ബോണ്ടുകളിലെ ചെറിയ പോളാരിറ്റി കൊണ്ടുണ്ടാകുന്നതാണ്. വേറെ ഏതെങ്കിലുമൊക്കെ ഹെട്രോ ആറ്റം അതുമായി ബോണ്ട് ചെയ്ത് കിടക്കുമ്പോൾ പോളാരിറ്റി ഉണ്ടാവും, ചെറിയ പോളാരിറ്റി ഉണ്ടാവും. ആ പോളാരിറ്റി എന്നാണ് ഇതുണ്ടാകുന്നത്. ഈ കാർബൺ ബോണ്ടിലെ ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈ ബോണ്ടിലൂടെ ഒരു എന്തിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യപ്പെടുകയാണ് ത്രൂ സിഗ്മ ബോണ്ട്. അപ്പോൾ അത് ഒരു ഗ്രൂപ്പിലേക്ക് അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ പ്ലസ് ഐ ഇഫക്റ്റ് എന്ന് പറയും. ആ ഗ്രൂപ്പിൽ നിന്ന് വിത്ഡ്രോ ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ മൈനസ് ഐ ഇഫക്റ്റ് എന്ന് പറയും. അപ്പോൾ ചെറിയ ചാർജ് ഡെവലപ്പ് ചെയ്യും. അതാണ് അതിലുള്ളത്. ഡെൽറ്റ പ്ലസും ഡെൽറ്റ മൈനസും ചെറിയ ചാർജേ ഉള്ളൂ. കംപ്ലീറ്റ് ട്രാൻസ്ഫർ അല്ലത്, ഒരു പാർഷ്യൽ ട്രാൻസ്ഫറാണ്. ചെറിയ ട്രാൻസ്ഫറേ ഉള്ളൂ, എന്നാലും ചെറിയ ചാർജ് ഡെവലപ്പ് ചെയ്യും. അതങ്ങനെ ആ കോമ്പൗണ്ടിൽ എത്ര ബോണ്ടുണ്ടോ ആ ബോണ്ടുകളിലൂടെയൊക്കെ അതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകും ആ ട്രാൻസ്ഫർ. അങ്ങനെ ഒരുപാട് കാർബൺ വരുന്നത് പോവില്ല, ഒരു 3 എണ്ണം കഴിയുമ്പോഴേക്കും അത് കുറഞ്ഞു പോകും. പിന്നെ അതില്ല, പിന്നെ അതിനെ കൺസിഡർ ചെയ്യണ്ട. അപ്പോൾ തൊട്ടടുത്തുള്ളതും അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളതിനൊക്കെയാണ് അത് കൂടുതലായിട്ട് വരിക. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൽ ഈ C1 C2 C3 3 കാർബൺ, അതിനോടൊരു എക്സ് കണക്ട് ചെയ്തിരിക്കുന്നു. ആ എക്സ് ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റമാണ്. കാർബണേക്കാൾ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോറിനോ ബ്രോമിനോ അങ്ങനെ ഏതെങ്കിലും ഒരു ആറ്റം. അപ്പോൾ അത് ആ ബോണ്ടിലെ ചാർജിനെ, ആ കാർബൺ എക്സ് ബോണ്ടിലെ ചാർജിനെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ C1 എന്ന കാർബണിലൊരു ചെറിയ പോസിറ്റീവ് ചാർജ് വരും. ആ പോസിറ്റീവ് ചാർജുള്ള C1 ആ C2 നിന്ന് കുറച്ച് ചാർജിനെ അങ്ങ് പിടിക്കും. ആ C1 C2 ബോണ്ടിൽ നിന്ന് ചാർജിനെ അങ്ങോട്ട് പിടിക്കും. അങ്ങനെയാണത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ എക്സ് ഇവിടെ അതിൻ്റെ അടുത്തേക്ക് ചാർജിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്തുകൊണ്ട് അതൊരു മൈനസ് ഐ ഇഫക്റ്റാണ് കാണിക്കുന്നത്. അങ്ങനെ മൈനസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകളാണ് ഈ തന്നിരിക്കുന്നത്. നൈട്രോ സയനൈഡ്, COOH, OCH3, ഇതൊക്കെ എന്താണ് മൈനസ് ഐ ഇഫക്റ്റ് കാണിക്കുന്നതാണ്, ഇലക്ട്രോൺ വിത്ഡ്രോയിങ്. ഇനി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണിത്. Y ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു ആ ബോണ്ടിലേക്ക്. അപ്പോൾ ആ തൊട്ടടുത്ത കാർബണിൽ ഒരു ചെറിയ നെഗറ്റീവ് ചാർജാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ Y
ഒരു ചെറിയ പോസിറ്റീവ് ചാർജും വരും. ഇതാണ് പ്ലസ് ഐ ഇഫക്റ്റ്. ഈ പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകളാണിത്. ഈ ഇൻഡക്റ്റീവ് ഇഫക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെയാണ്. ഇറ്റ്സ് എ പെർമനൻറ്റ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്റ്റ് ആൻഡ് ഇറ്റ് വർക്ക്സ് ത്രൂ സിഗ്മ ബോൺസ്. പിന്നെ അത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അത് വീക്കായി വരും. ഇതിന് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഈ ആസിഡുകളിലെ ഓർഗാനിക് ആസിഡുകളിലെ ആസിഡിൻ്റെ സ്ട്രെങ്ത്ത് പറയാം. ഇപ്പോൾ ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഈ CH3COOH അസറ്റിക് ആസിഡും ClCH2COOH ക്ലോറോ അസറ്റിക് ആസിഡും കൂടിയാണ്. അപ്പോൾ ഈ ക്ലോറോ അസറ്റിക് ആസിഡിൽ ഇവിടെ ഒരു ക്ലോറിൻ ഇലക്ട്രോനെഗറ്റീവായിട്ടുള്ള ക്ലോറിൻ വന്നതുകൊണ്ട് ഇവിടെ അതൊരു മൈനസ് ഐ ഇഫക്റ്റ് കാണിക്കും. അപ്പോൾ ഈ ചാർജിനെ അത് അതിൻ്റെ അടുത്തേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട്. ഈ ഹൈഡ്രജൻ്റെ റിലീസിങ് ഈസി ആയിട്ട് നടക്കും. ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നതിനാണ് നമ്മൾ ആസിഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലോറോ അസറ്റിക് ആസിഡിൽ ഹൈഡ്രജൻ്റെ റിലീസ് വളരെ ഈസി ആയിരിക്കും. ഈ അസറ്റിക് ആസിഡിൽ അങ്ങനത്തെ ഗ്രൂപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട്, മാത്രമല്ല ഈ CH3 ഗ്രൂപ്പ് ഒരു പ്ലസ് ഐ ഗ്രൂപ്പാണ്, എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ റിലീസ് വീക്കായിരിക്കും. ഹൈഡ്രജൻ വളരെ വീക്കായിട്ട് റിലീസ് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ അസറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡായിരിക്കും. ക്ലോറോ അസറ്റിക് ആസിഡ് സ്ട്രോങ് ആസിഡ് ആവാനുള്ള കാരണം ഈ ക്ലോറിൻ്റെ മൈനസ് ഐ ഇഫക്റ്റാണ്. അതാണ് ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ ക്ലോറിൻ്റെ എണ്ണം ഇവിടെ കൂടുന്നതിനനുസരിച്ച് ഇവിടെ ഒരു ക്ലോറിനേ ഉള്ളൂ. ഇത് ഡൈക്ലോറോ അസറ്റിക് ആസിഡ് ആയാൽ ആ രണ്ട് ക്ലോറിൻ്റെയും മൈനസ് ഐ ഇഫക്റ്റ് വരും. അത് കൂടുതൽ സ്ട്രോങ് ആസിഡായിട്ട് മാറും. അതാണിത്. ഈ മൂന്നെണ്ണം വന്നാൽ ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ആയാൽ അത് മാക്സിമം സ്ട്രെങ്ത്തിലേക്ക് പോകും. ഇത് വേറെ തരത്തിലാവാം. നമുക്ക് ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ്, പ്രൊപ്പയോണിക് ആസിഡ് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഈ പ്രൊപ്പിയോണിക് ആസിഡിൽ ഈ CH3 ഗ്രൂപ്പും CH2 ഗ്രൂപ്പും ഉണ്ട്. രണ്ടിൻ്റെയും കൂടി പ്ലസ് ഐ എഫക്റ്റ് കാരണം ഈ Hൻ്റെ റിലീസിങ് ഈസി ആവില്ല. CH3COOH ആകുമ്പോൾ ഒരു CH3 ഗ്രൂപ്പിൻ്റെ പ്ലസ് ഐ എഫക്റ്റാണ്. അപ്പോൾ അതിങ്ങോട്ട് ചാർജിന് ഇങ്ങോട്ട് സപ്ലൈ ചെയ്യുമ്പോൾ ഈ Hൻ്റെ റിലീസ് അവിടെയും ഈസി ആവില്ല. പക്ഷേ HCOOH അതായത് ഫോമിക് ആസിഡിൽ അങ്ങനത്തെ ഗ്രൂപ്പുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് Hനെ റിലീസ് ചെയ്യും. അപ്പോൾ ഇതിൽ ഈ ആസിഡിൻ്റെ സ്ട്രെങ്ത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഫോമിക് ആസിഡ് stronger than acetic acid, which in turn stronger than propionic acid. ഇങ്ങനെ നമുക്ക് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വെച്ചിട്ട് ആസിഡ് സ്ട്രെങ്ത്ത് കമ്പയർ ചെയ്യാം. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വെച്ചിട്ട് ഇതുമാതിരി ബേസ് അമോണിയ, അതുപോലെ ആലിഫാറ്റിക് അമീൻസ് ഇതിൻ്റെയൊക്കെ ബേസിക് സ്ട്രെങ്ത്ത് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ബേസിക് സ്ട്രെങ്ത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഈ നൈട്രജൻ്റെ മേലെയുള്ള ലോൺ പെയർ റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്, അല്ലെങ്കിൽ ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ബേസിൻ്റെ സ്ട്രെങ്ത് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ അമോണിയ പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ അങ്ങനെ പോവുകയാണിത്. സെക്കൻഡറി അമീൻ എന്ന് പറഞ്ഞാൽ 2 R ഗ്രൂപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ടെർഷറി അമീൻ ആകുമ്പോൾ 3 R ഗ്രൂപ്പ് ഉണ്ട്. അമോണിയയിൽ അങ്ങനെ R ഗ്രൂപ്പ് ഒന്നുമില്ല, 3 വെച്ചാണ് ഇത് 6 തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ R എന്ന് പറഞ്ഞാൽ CH3 ഗ്രൂപ്പ് പോലത്തെ ഏതെങ്കിലും ആയിരിക്കും, എന്ന് വെച്ചാൽ പ്ലസ് ഐ ഗ്രൂപ്പാണ്. അപ്പോൾ ഈ പ്ലസ് ഐ ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ ഇത് ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൂടുതലായി ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ഈ നൈട്രജനിലെ ലോൺ പെയർ കൂടുതലായിട്ട് ഡൊണേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് കൂടുതൽ സ്ട്രോങ് ബേസായിട്ട് മാറും. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഈ ടെർഷറി അമീനിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ 3 R ഗ്രൂപ്പുണ്ട്. ഈ 3 R ഗ്രൂപ്പും കൂടി വലിയ ഗ്രൂപ്പായതുകൊണ്ട് അവിടെ അതൊരു സ്റ്റെറിക് ഇഫക്റ്റ് കാണിക്കും. സ്റ്റെറിക് ഇഫക്റ്റ് പറഞ്ഞാൽ അതാണ് ഈ ബൾക്കി ഗ്രൂപ്പുകൾ വന്നിട്ട്, വലിയ ഗ്രൂപ്പുകൾ വന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ആറ്റത്തിൻ്റെ റിയാക്ടിവിറ്റിയും അതിൻ്റെ മേലെ വേറെ എന്തെങ്കിലുമൊക്കെ അറ്റാക്ക് ചെയ്യുന്നതിനൊക്കെ തടയുന്നതിനാണ്
സ്റ്റെറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അത് വേറെ പഠിക്കാനുണ്ട്. ഈ പ്രൈമറി അമീൻ സെക്കൻഡറി അമീനും സ്ട്രോങ് ബേസ് ആയിരിക്കും ഡ്യൂ ടു ദ പ്ലസ് ഐ ഇഫക്റ്റ് ഓഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ്. ബട്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് 3 alkyl groups there happens a steric effect and the lone pair is not easily donated. So tertiary amine is a weak base even though there is plus I effect of alkyl groups due to steric hindrance. Steric effect, steric hindrance എന്നും അതിനെ പറയും. ഇതാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇനി ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ഉണ്ട്. അത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് സിഗ്മ ബോണ്ട് ആണെങ്കിൽ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് അല്ലെങ്കിൽ ഈ ഇഫക്റ്റ് പൈ ബോണ്ട് ഇൻവോൾവ് ചെയ്യുന്നതാണ്. ഒരു ടെമ്പററി ഇഫക്റ്റാണ്, പക്ഷെ അത് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ പൈ ബോണ്ടിൽ നിന്ന് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ള കോമ്പൗണ്ടുകളിൽ നിന്ന് പൈ ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ ഈ ഡെൽറ്റ ചാർജ് അല്ല ഡെവലപ്പ് ചെയ്യുന്നത്, ശരിക്കും ഫുൾ പ്ലസ് ചാർജും ഫുൾ മൈനസ് ചാർജുമാണ്. അല്ല ബോണ്ട് പിന്നെ അവിടെ ഇല്ല, പൈ ബോണ്ട് അവിടെ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഈ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ ഇവിടെ ഒരു കർവ്ഡ് ആരോ ആയിട്ടാണ് കാണിക്കുന്നത്. ഇൻഡക്റ്റീവ് ഇഫക്റ്റിൽ ആ സിഗ്മ ബോണ്ടിൽ തന്നെ ഒരു ആരോ കാണിക്കുകയും ചെയ്യാം. ഇലക്ട്രോമെറിക് ഇഫക്റ്റ് സാധാരണ ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റിൻ്റെ പ്രസൻസിലാണ്, ഒരു പോളാർ റിയേജൻറ്റ് വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഈ വൈ വന്നപ്പോൾ വൈ പ്ലസ് വന്നപ്പോൾ ചാർജ് വൈ പ്ലസിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അത് പ്ലസ് ഇ ഇഫക്റ്റാണ്. ഇനി ഈ വരുന്നപ്പോൾ ഇവിടെ ഈ സെഡ് മൈനസ് ഇങ്ങോട്ട് ചാർജ് കൊണ്ടുവന്നു, അപ്പോൾ അത് മൈനസ് ഇ ഇഫക്റ്റ്. തമ്മിലുള്ളൊരു കമ്പാരിസനാണ് ഇൻഡക്റ്റീവും ഇലക്ട്രോമെറിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ടെമ്പററിയാണ്, ഒന്ന് പെർമനൻ്റ് ആണ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആക്ട് ത്രൂ സിഗ്മ ബോണ്ട്, വൈൽ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ആക്ട് ത്രൂ ആക്ട് ഇൻവോൾവിങ് പൈ ബോണ്ട്. മറ്റൊന്ന് റെസണൻസ് ഇഫക്റ്റാണ്, മീസോമെറിക് ഇഫക്റ്റ് എന്ന് പറയും. റെസണൻസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിന് അല്ലെങ്കിൽ ഒരു സ്പീഷീസിന് ഒന്നിലധികം സ്ട്രക്ചർ ഉണ്ടാവുക. അതിൻ്റെ പ്രോപ്പർട്ടീനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നിലധികം സ്ട്രക്ചറുകൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അതിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ ഈ ഒന്നിലധികമുള്ള സ്ട്രക്ചറുകളുടെ ഒരു ഹൈബ്രിഡായിട്ട് നിൽക്കുന്നു. ഇതിനാണ് റെസൊണൻസ് എന്ന് പറയുക. അതിനെ മീസോമറിസം എന്നും പറയും. അങ്ങനെ മീസോമറിസം ഉണ്ടാകുമ്പോൾ ആ കോമ്പൗണ്ട് കൂടുതൽ സ്റ്റേബിളായിരിക്കും, ആ ഒരു സ്പീഷീസ് കൂടുതൽ സ്റ്റേബിളായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഈ ഒരു സ്പീഷീസാണ്, ഒരു ഫ്രീ റാഡിക്കലാണ്. CH2 ഡബിൾ ബോണ്ട് CH2 പിന്നെ അവിടെ ഒരു സിംഗിൾ ഇലക്ട്രോൺ ഉണ്ട്, ഫ്രീ റാഡിക്കൽ, അലൈൽ ഫ്രീ റാഡിക്കൽ എന്നൊക്കെ പറയും. ഇതിനിങ്ങനെ രണ്ട് സ്ട്രക്ചറിൽ നിൽക്കാൻ പറ്റും, പക്ഷെ ഇത് രണ്ടും അല്ല ഇതിൻ്റെ സ്ട്രക്ചർ, ഇതിൻ്റെ ഇടയിൽ എവിടെയാണ്. അത് നമുക്ക് ഇതിന് കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുമില്ല പേപ്പറിൽ. പക്ഷേ ഈ രണ്ട് സ്ട്രക്ചറാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. സ്ട്രക്ചർ 1 ആൻഡ് സ്ട്രക്ചർ 2 രണ്ടും ഈക്വലൻ്റ് ആണ്. ഇത് രണ്ടും ഇതിൻ്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സാണ്, അല്ലെങ്കിൽ റെസൊണൻസ് സ്ട്രക്ചേഴ്സാണ്. And the actual structure of this species is an hybrid of these two structures. ഇതിനെ ഇങ്ങനെ കാണിക്കാം നമുക്ക്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഡബിൾ ബോണ്ട് ഇതിൽ ഈ എൻഡിലും ഇവിടെ ഈ എൻഡിലുമാണ് കാണിച്ചിരിക്കുന്നത്. അതിങ്ങനെ മൊത്തത്തിൽ ഡബിൾ ബോണ്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടി ആ ഡബിൾ ബോണ്ടിനെ ഇങ്ങനെ ഡോട്ടായിട്ട് കാണിക്കും. ഇതിന് ഡീലോക്കലൈസേഷൻ എന്നും പറയും. ലോക്കലല്ല, ഡീലോക്കലായിട്ട് നിൽക്കും. അങ്ങനെ ഈ അൾട്ടർനേറ്റീവായിട്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടുകളിൽ ബെൻസീനിലൊക്കെ ഉണ്ട്. ബെൻസീൻ ഈ രണ്ട് സ്ട്രക്ചറുകൾ കെക്കുല സ്ട്രക്ചർ എന്ന് പറയും, പിന്നെ ദീവാർ സ്ട്രക്ചർ എന്ന് പറയും. ആക്ച്വൽ സ്ട്രക്ചർ ഓഫ് ദ ബെൻസീൻ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് ഇതിൻ്റെ ഉള്ളിൽ റിങ് ഇട്ടിട്ടൊക്കെയാണ് ഇതിനെ കാണിക്കുക. ഡീലോക്കലൈസേഷൻ. ചില ഗ്രൂപ്പുകൾ വരുമ്പോൾ, പർട്ടിക്കുലറായിട്ടുള്ള ഗ്രൂപ്പുകൾ വരുമ്പോൾ ആ ഗ്രൂപ്പ് ഈ കോമ്പൗണ്ടിലെ
പൈ ബോണ്ടിനായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ട് മീസോബറിക് ഇഫക്റ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ റെസൊണൻസ് ഇഫക്റ്റ് ഉണ്ടാക്കും. അതിൽ ചില ഗ്രൂപ്പുകൾ -R ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ -M ഗ്രൂപ്പാണ്. അത് ഈ കോമ്പൗണ്ടിൽ നിന്ന് ഈ ഇലക്ട്രോൺസിനെ അതിൻ്റെ അടുത്തേക്ക് വിഡ്രോ ചെയ്യുന്നതാണ്. ഇപ്പം ഇങ്ങനെ നൈട്രോ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഈ ബെൻസീൻ റിങ്ങിലെ പൈ ബോണ്ടിനെ അതിൻ്റെ അടുത്തേക്ക് വലിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കർവ്ഡ് ആരോ ആയിട്ടാണ് ഇത് കാണിക്കുക കേട്ടോ. എന്നിട്ടിത് ഈ നൈട്രോ ബെൻസീന് ഇതാണ് കേട്ടോ, നൈട്രോ ഗ്രൂപ്പാണ് NO2 ഗ്രൂപ്പ്. ബെൻസീൻ റിങ്ങിനോട് കണക്ട് ചെയ്താണ് നൈട്രോ ബെൻസീൻ. അവിടെ ഉണ്ടായത് ഈ നൈട്രോ ഗ്രൂപ്പ് ഈ നൈട്രജൻ്റെ പോസിറ്റീവ് ചാർജ് കാരണം ഈ പൈ ബോണ്ട് അതിൻ്റെ അടുത്തേക്ക് ചാടി, ഇതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വന്നു. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ ഇതിൻ്റെ മേലെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്കൊരു പ്ലസ് ചാർജ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പോൾ പല സ്ഥലത്തായിട്ട്. ഇതാണ് -R ഇഫക്റ്റ് അല്ലെങ്കിൽ -M. ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ചാർജിനെ വലിച്ചു കൊണ്ടുപോയി ആ ഒരു ഗ്രൂപ്പ്. നേരെ മറിച്ച് ചില ഗ്രൂപ്പുകൾ കോമ്പൗണ്ടിലേക്ക് ഇങ്ങോട്ട് ചാർജിനെ കൊണ്ടുവരും. എന്നിട്ട് അവിടെ ഒരു മീസോമറിസ് ഉണ്ടാക്കും. മീസോമറിസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ട്രക്ചർ ഉണ്ടാകും, ഒന്നിലധികം സ്ട്രക്ചർ ഉണ്ടാകുക. അപ്പോൾ OH ഗ്രൂപ്പ് അങ്ങനെ ചെയ്തത്. അത് OH ഗ്രൂപ്പ് ആ ഓക്സിജനിലെ ലോൺ പെയർ ഈ കോമ്പൗണ്ടിലേക്ക് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഈ കോമ്പൗണ്ടിൽ നെഗറ്റീവ് ചാർജ് വന്നു. എവിടെയെങ്കിലുമൊക്കെ വരുമല്ല, നമുക്ക് എവിടെയെങ്കിലും അല്ല വന്നിരിക്കണം ഈ പോസിറ്റീവ് ചാർജ്. ഇതിൻ്റെ ഈ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമാണ് പോസിറ്റീവ് ചാർജ് വന്നിട്ട്. ഇവിടെ അതുമാതിരി ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമാണ് നെഗറ്റീവ് ചാർജ് വന്നിട്ട്. ഇത് +R ഇഫക്റ്റ് അല്ലെങ്കിൽ +M ഇഫക്റ്റ്. ഇത് ഒരു പെർമനൻ്റ് ഇഫക്റ്റാണ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റുമായുള്ള ഒരു പെർമനൻ്റ് ഇഫക്റ്റാണ് മീസോമറിക് ഇഫക്റ്റ്. ഈ ഹൈപ്പർ കോൺജുഗേഷൻ, അതിനെ ബേക്കർ-നാഥൻ ഇഫക്റ്റ് എന്നും പറയും. സിഗ്മ ബോണ്ടും പൈ ബോണ്ടും കൂടെയുള്ള ഇൻറ്ററാക്ഷനാണ്. എന്നിട്ട് റെസൊണൻസ് തന്നെയാണ് ഉണ്ടാകുന്നത്. അതായത് ഒന്നിലധികം സ്ട്രക്ചർ ഉണ്ടാകുന്ന ഒരവസ്ഥ തന്നെയാണ് ഹൈപ്പർ കോൺജുഗേഷൻ. അതിന് നോ ബോണ്ട് റെസൊണൻസ് എന്നും പറയും. കാരണം ചില സ്ഥലത്ത് ബോണ്ടിൻ്റെ ഒരു അഭാവമുള്ള പോലെ തോന്നുന്നത്. ഇതിപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് നോക്കി, പ്രൊപ്പീൻ അല്ലെങ്കിൽ പ്രൊപ്പൈലിൻ. ഇതിലെ ഈ ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2, പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തെ കാർബൺ ആൽഫ കാർബൺ എന്ന് പറയും. ആ ആൽഫ കാർബണിലെ കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടും കൂടി ഇൻറ്ററാക്ട് ചെയ്തിട്ടാണ് ഈ ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടാകുന്നത്. ഇങ്ങനെയാണത്. കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടിലെ ആ ബോണ്ട് ഇലക്ട്രോൺ ഇതിൻ്റെ ഇടയ്ക്ക് വരും. അങ്ങനെ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് ഈ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ സ്ഥാനം മാറി ഈ എൻഡിലെ കാർബണിൽ ഒരു നെഗറ്റീവ് ചാർജ് വന്നു. കാർബണും ഹൈഡ്രജനും കൂടിയുള്ള ഇടയിലുള്ള ബോണ്ട് അവിടെ കുറച്ച് നേരത്തേക്കില്ല. അങ്ങനെ കൺസെപ്റ്റായിട്ട് എടുത്താൽ മതി. അത് തന്നെ ഇവിടെ ഈ കാർബണിൽ 3 ഹൈഡ്രജൻ ഉണ്ടാവുന്നത്. അത് 3 തരത്തിൽ പോസിബിളാണ്. അപ്പോൾ ഒന്നിലധികം സ്ട്രക്ചറായി. ഇതാണല്ലോ റെസൊണൻസ്. ഈ ബോണ്ട് ഇല്ലാത്തൊരു കണ്ടീഷനും ഉണ്ട്. അതൊരു മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് നോ ബോണ്ട് റെസൊണൻസ് എന്നും പറയും. അപ്പോൾ ഇവിടുത്തെ ഈ ആൽഫ കാർബണിലെ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും കൂടിയുള്ള ഇൻറ്ററാക്ഷനാണ്. ഇതിൻ്റെ എനർജീനെ, കോമ്പൗണ്ടിൻ്റെ എനർജി കുറച്ച് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ കോൺജുഗേഷൻ ഇത് പെർമനൻ്റ് ഇഫക്റ്റാണ്. വളരെ സ്ലൈറ്റാണ്, പക്ഷെ അത് പല കോമ്പൗണ്ടിൻ്റെയും പല പ്രോപ്പർട്ടികളെയും പല കോമ്പൗണ്ടിൻ്റെ എക്സ്ട്രാ സ്റ്റെബിലിറ്റീനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ കോൺജുഗേഷൻ വെച്ചിട്ട് പല കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റിയൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ഹൈപ്പർ കോൺജുഗേഷനാണ് ഈ ടൊളുവിനാണ് കേട്ടോ, CH3 ബെൻസീൻ. ഈ ടൊളുവിനിലെ CH ബോണ്ടും ഈ C ആൽഫ കാർബണാണ്. CH
CH ബോണ്ടും ബെൻസീനിലെ പൈ ബോണ്ടും കൂടിയുള്ള ഇൻട്രാക്ഷനിലാണ് ഇവിടെ ഇങ്ങനെ ഈ റിങ്ങിൻ്റെ ഇവിടെ ഓർത്തോ പൊസിഷനിൽ പാരാ പൊസിഷനിലൊക്കെ നെഗറ്റീവ് ചാർജ് വന്നത്. അങ്ങനെയാണിത് റിയാക്റ്റീവായിട്ട് മാറുന്നത്. ബെൻസീൻ റിയാക്റ്റീവ് അല്ല, പക്ഷെ ടോളുവിൻ റിയാക്റ്റീവ് ആകുന്നത് ഈ CH3 ഗ്രൂപ്പുമായിട്ടുള്ള ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് കൊണ്ടുകൂടിയാണ്. പിന്നെ മറ്റൊന്നാണ് ആദ്യം പറഞ്ഞ സ്റ്റെറിക് ഇഫക്റ്റ്. വലിയ ഗ്രൂപ്പുകൾ വന്നിട്ട് മോളിക്യൂളിൽ പുതിയ ഗ്രൂപ്പുകൾ വരുന്നതിന് തടയുന്നതാണ്. ഇപ്പോൾ അതിന് എക്സാമ്പിൾ ഈ സിസ്2-ബ്യൂട്ടീനും ട്രാൻസ്2-ബ്യൂട്ടീനും. സിസ്2-ബ്യൂട്ടീനിലെ 2 CH3 ഗ്രൂപ്പ് ഒരേ സൈഡിലാവുകൊണ്ട് ആ സൈഡിൽ ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസ് വരും. മറ്റേതിൽ ഓപ്പോസിറ്റ് സൈഡ് ആവുകൊണ്ട് ആ പ്രശ്നം വരില്ല. മൊത്തം കോമ്പൗണ്ടുകളുടെ റിയാക്ഷനൊക്കെ ബാധിക്കുന്നതാണ്. നേരത്തെ നമ്മൾ ബേസിസിറ്റിയുടെ ഓർഡറിൽ പറയാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ സെക്കൻഡറി അമീനും പ്രൈമറി അമീനും ബേസിറ്റി കൂടിയതാണ്. പക്ഷേ ടെർഷ്യറി അമീൻ ബേസിറ്റി കുറയാൻ കാരണം വലിയ ഗ്രൂപ്പ് വന്നിട്ട് ആ നൈട്രജൻ്റെ മേലെ ലോൺ പെയറിനെ തടയുന്നതാണ്. അങ്ങനെ വലിയ ഗ്രൂപ്പുകൾ വരുന്നതനുസരിച്ച് ഇതിങ്ങനെ റിയാക്ടിവിറ്റി കുറഞ്ഞു പോകും. അതിൻ്റെ ഉള്ളിലേക്കൊരു പുതിയ ഗ്രൂപ്പിന് കടന്നു ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അതിന് സ്റ്റെറിക് ഹിൻഡ്രൻസ് അല്ലെങ്കിൽ സ്റ്റെറിക് ഇഫക്റ്റ് എന്ന് പറയും. ഇത്രയാണ് ഓർഗാനിക് മോളിക്യൂൾസ് മെയിനായിട്ടുള്ള ഈ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്റ്റും പിന്നെന്താണ് സ്റ്റെറിക് ഇഫക്റ്റ്.